നമ്മുടെ PF അക്കൗണ്ടിൽ നിന്നും ഒരു മെമ്പർ ID അതല്ലെങ്കിൽ എംപ്ലോയറിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ മെമ്പർ ID ഡിലീറ്റ് ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് റിസൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോഴേക്കും ആ കമ്പനി അവിടെ മെമ്പർ ID നമ്മുടെ PF അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ കമ്പനി നമുക്ക് PF കോൺട്രിബ്യൂഷൻ തരികയുമില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ആ മെമ്പർ ID ഒഴിവാക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കോൺട്രിബ്യൂഷനും ആ കമ്പനി തരാൻ പാടില്ല. എന്നാൽ ഒരു മാസം നമ്മൾ വർക്ക് ചെയ്തതിന്റെ കോൺട്രിബ്യൂഷൻ കമ്പനി തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഡിലീഷൻ വരുത്താൻ സാധിക്കില്ല. ഇങ്ങനെ കോൺട്രിബ്യൂഷൻ തരാത്ത കേസിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതിനുവേണ്ടി EPF ലോഗിൻ ചെയ്ത് വന്നതിന് ശേഷം വ്യൂവിൽ സർവീസ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതെല്ലാം കമ്പനികളിലാണ് വർക്ക് ചെയ്തതെന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കമ്പനിയുടെ പേര്, അതുപോലെ തന്നെ ID, പിന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ്ങും എക്സിറ്റ് എല്ലാം നമുക്കിവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് രണ്ടാമത്തെ കമ്പനി നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ജോയിനിങ്ങും അതേപോലെ ഡേറ്റ് ഓഫ് എക്സിറ്റും സെയിം ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഏതെങ്കിലും കമ്പനികൾ നമ്മളുടെ അക്കൗണ്ടിൽ തെറ്റായ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതാണ് നമ്മളിന്ന് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കമ്പനി കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി PFന്റെ പാസ്ബുക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെയും നമുക്ക് നമ്മുടെ കമ്പനികളുടെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ബാലൻസ് 0 ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനർത്ഥം അവർ കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് അവിടെ പാസ്ബുക്ക് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി മുകളിൽ കാണുന്ന പാസ്ബുക്ക് സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ മെമ്പർ ID സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം പാസ്ബുക്ക് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഇനി നമുക്ക് ആ കമ്പനി എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഡിലീറ്റ് ചെയ്യുന്ന കമ്പനിയുടെ വലതുവശത്ത് ഡീലിംഗ് എന്ന് കാണാം, അത് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിവിടെ ടൈപ്പ് ചെയ്യുക. അതിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കത് ഡിലീറ്റ് ആയണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വ്യൂവിൽ പോയി സർവീസ് ഹിസ്റ്ററി സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കമ്പനി ഡിലീറ്റ് ആയിട്ട് കാണാം. ഈ രീതിയിലാണ് നമുക്ക് ആവശ്യമില്ലാത്ത കമ്പനി റിമൂവ് ചെയ്യേണ്ടത്. ഈ ഡീറ്റെയിൽസ് പാസ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവണമെങ്കിൽ 24 hour എടുക്കുന്നതാണ്. PFുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.